ചാലക്കുടിയിൽ തെളിവെടുപ്പിനായി ഇപ്പോൾ പ്രതിയെ എത്തിച്ചിരിക്കുകയാണ്. ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തെളിവെടുപ്പ് നടപടികൾ അവിടെ നടക്കുന്നു. ജോയെ ബാങ്കിലേക്ക് എത്തിച്ചിരിക്കുന്നു. MS ലിഷോയും പ്രദീപ് ജോസഫുമാണ് വിവരങ്ങളുമായുള്ളത്. പ്രദീപ്, നമുക്കറിയാം പ്രതിയെ വീട്ടിൽ നിന്ന് പണമെല്ലാം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത്, ഏതൊക്കെയാണ് അന്വേഷണ രീതിയിൽ സഹായകരമായ രീതിയിലേക്ക് പ്രതി വന്ന് കസേര ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ബാത്റൂമിനുള്ളിൽ പൂട്ടിയിടുന്നു, അതിനുശേഷം ഇടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസിന് കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു ഈ തെളിവെടുപ്പ്? നിമിഷങ്ങൾക്ക് മുൻപാണ് ബാങ്ക് കൊള്ളയടിച്ച കേസിലെ ഏക പ്രതിയായ റിജോ ആന്റണിയെ തെളിവെടുപ്പിനായി ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ എത്തിച്ചത്. തെളിവെടുപ്പ് കേവലം തുടങ്ങിയിട്ടേയുള്ളൂ. കൊള്ളയടിക്കുന്ന സമയത്ത് ഏതാണ്ട് 3.5 മിനിറ്റ് സമയം മാത്രമാണ് റിജോ ഈ ബാങ്കിൽ തങ്ങിയത്. നേരത്തെ തന്നെ മുൻ ദിവസങ്ങളിൽ വന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഏതാണ്ട് 2:13 ബാങ്കിൽ എത്തിയത്. 2:17 കഴിഞ്ഞപ്പോൾ മടങ്ങുകയും ചെയ്തു. കൊള്ളയടി നടത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ സീനുകളാണ് റിജോ പോലീസിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. വലിയ പോലീസ് സംഘമാണ് ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ഇവിടെയുള്ളത്. നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ബാങ്ക് പരിസരത്തെത്തിയിരുന്നു. കാരണം ഈ പ്രദേശത്ത് ആളുകൾക്ക് പരിചിതനായ ആളാണ് റിജോ ആന്റണി. കാരണം കടകളിൽ വന്നിരുന്ന ആളുകളുമായി സംസാരിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അയാളാണ് പ്രതിയായി മാറിയിരിക്കുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുമല്ല, ഈ ബാങ്ക് കൊള്ളയ്ക്ക് ശേഷവും അത് ചെയ്തവർ ഇപ്പോൾ ഏതെങ്കിലും കാട്ടിലോ മറ്റോ ഒളിച്ചിരിപ്പുണ്ടാവാം എന്ന് വളരെ കൂളായി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഒക്കെ സംസാരിക്കുകയാണ് റിജോ ആന്റണി ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാളെയാവും പോലീസ് വിലങ്ങണിയിച്ചു കൊണ്ടുവരുന്നത് എന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല എന്ന് വേണം പറയാൻ. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിജോയെ പുറത്തിറക്കിയത്. ആദ്യം കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം ഇയാൾ കൊള്ളയടിച്ച പണത്തിൽ നിന്ന് ഒരു വിഹിതം ഇയാൾ നൽകാനുണ്ടായിരുന്ന ഒരു സുഹൃത്തിന് നൽകുകയുണ്ടായി. ആ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ബാങ്ക് ശാഖയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നേ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായുണ്ട് ലിഷോയ്. നേരത്തെ ഈ കുറ്റം പോലീസിനോട് ഇയാൾ സമ്മതിച്ചിരുന്നു. എങ്ങനെയാണ് കവർച്ച നടത്തിയെന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നു. പരിപൂർണമായി ഇപ്പോൾ ബാങ്കിൽ എത്തിച്ചപ്പോഴും സഹകരിക്കുകയാണോ? എങ്ങനെയാണ് അവിടെ എത്തിയതെന്നും എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് കവർന്നത് എന്ന കാര്യങ്ങളൊക്കെ പോലീസിന് കാണിച്ചു കൊടുക്കുകയാണോ? തീർച്ചയായും അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറയിലൂടെ കാണുന്നത്. അതായത് ബാങ്കിനുള്ളിൽ നടക്കുന്ന തെളിവെടുപ്പിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൂർണ്ണമായും പ്രതി സഹകരിക്കുന്നുണ്ട്. കാരണം സഹകരിക്കാതെ മറ്റു വഴികളൊന്നുമില്ല. കാരണം അയാളെ എല്ലാ തെളിവുകളോടും കൂടിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ബാങ്കിനകത്ത് എത്തിയ ശേഷം അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പോലീസിനോട് വിവരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായും പോലീസിനോട് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്, അതായത് 3 മിനിറ്റ് സമയം കൊണ്ടാണ് ബാങ്കിനുള്ളിൽ നിന്ന് കവർച്ച ചെയ്ത് ഇയാൾ പണവുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വിവരിക്കുന്നത്. നമ്മൾ നേരത്തെ CCTV ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ് ഉള്ളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് തെളിവെടുപ്പിൻ്റെ ഭാഗമായി പ്രതി നേരിട്ട് വന്ന് ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നത് അവരുടെ ഒരു തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഈ പ്രക്രിയകളൊക്കെ തന്നെ വീണ്ടും നടക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഇയാൾ ഈ ബാങ്കിനകത്തേക്ക് കടന്നപ്പോൾ അവിടെ 2 ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ബാങ്ക് ജീവനക്കാരനും അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാങ്ക് മാനേജരും, അങ്ങനെ 2 ജീവനക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 2 പേരെയും ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് നേരെ വാഷ്റൂമിനകത്തേക്ക് കയറ്റുകയായിരുന്നു. വാഷ്റൂമിനകത്തേക്ക് കയറ്റിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന കസേര ഉപയോഗിച്ചാണ് ഈ ഡോർ ലോക്ക് ചെയ്തിരുന്നത്. കസേരയുടെ ഉപയോഗിച്ച് ആ ഡോർ ഹാൻഡിലിനകത്തേക്ക് തള്ളി വെച്ചുകൊണ്ടാണ് ആ ഡോർ ഉള്ളിൽ നിന്ന് തുറക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഉള്ള രീതിക്ക് അവിടെ ആ ഡോർ ലോക്ക് ചെയ്തത്. അങ്ങനെയാണ് ഉള്ളിലേക്ക് കടന്നതും. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഈ നേരെ ക്യാഷ് കൗണ്ടറിൻ്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ക്യാഷ് കൗണ്ടറിൻ്റെ അകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. കാരണം അത് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതി നേരെ ഇടിച്ചു തുറക്കുകയായിരുന്നു. അതായത് കൈ ഉപയോഗിച്ച് ശരീരം വെച്ച് ആ ചില്ലുകൾ തകർക്കുകയും അതിനുശേഷം ആ ഡോർ തകർത്ത് അതിനകത്തേക്ക് കടന്ന് ഈ പണം എടുത്തു പോവുകയാണ്. വെറും 8 സെക്കൻഡ് സമയം കൊണ്ടാണ് ഈ പണം അവിടെ നിന്ന് എടുത്ത് അവിടെ
അവിടെ നിന്ന് പ്രതി, അതായത് ക്യാഷ് കൗണ്ടറിനകത്തേക്ക് കടന്ന് ഒരു 10 സെക്കൻഡിൽ താഴെ, വെറും 8-7 സെക്കൻഡ് മാത്രമാണ് ഇയാൾ ഈ പണം എടുക്കാനായി അവിടെ ചിലവഴിച്ചത്. ആ സമയം കൊണ്ട് തന്നെ പണവുമായി എടുത്ത് പോകുന്നതിന്, അതായത് മുഴുവൻ പണവും അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉള്ളിൽ ഈ ബാങ്ക് ജീവനക്കാർ പോലീസിനെയും മറ്റുമെല്ലാം തന്നെ വിളിക്കുന്ന ശബ്ദം, ഫോണിൽ വിളിക്കുന്ന ശബ്ദം ഇയാൾ കേട്ടത്. അതോടുകൂടി ഇയാൾ കൃത്യമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതായത് അവിടെ നിന്നും സാധാരണ പോലെയാണ് ഇറങ്ങി വന്നത്, മറ്റ് യാതൊരു വിധത്തിലുള്ള പരിഭ്രമമോ ഉള്ള പോലെയല്ല. കിട്ടിയ പണം തൻ്റെ ബാഗിൽ എടുത്തു വെച്ച് അവിടെ നിന്ന് നേരെ സാധാരണ ഒരു കസ്റ്റമർ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണോ അത്രത്തോളം ലാഘവത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് അതെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തവുമായിരുന്നു. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പിൻ്റെ ഭാഗമായി നടക്കുന്നത്. കാണിച്ചു കൊടുക്കുകയാണ് പോലീസിന് എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഈ പോലീസ് എത്തിയ സമയത്ത് പണവും നിരവധി, അതായത് ആ ബാങ്കിനകത്ത് നേരത്തെ ആ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണമൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അതായത് ഈ മോഷണത്തിന് ശേഷം. പിന്നീട് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് കൃത്യമായ ഒരു വിവരം എന്താണ് ഉണ്ടായതെന്നുള്ള കൃത്യമായ വിവരം നേരത്തെ തന്നെ ലഭ്യമായത്. അതിൻ്റെ ഒരു വീണ്ടും ഉള്ള ഒരു ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് വിവരിക്കുകയാണ് പ്രതി അകത്ത്. അതേസമയം തന്നെ പ്രതിയിലേക്ക് എത്തിയത് വളരെ അധികം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കൃത്യമായ അന്വേഷണത്തിൻ്റെ കൂടെ, അതായത് യാതൊരു വിധത്തിലും കണ്ണിൻ്റെ റെറ്റിന പോലും കാണിക്കാത്ത രീതിയിലായിരുന്നു ബാങ്കിനകത്തേക്ക് ഇയാൾ പ്രവേശിച്ചത്. ഓവർകോട്ട് ഇടുന്നു, അതിന് മുകളിൽ മറ്റൊരു കോട്ടിടുന്നു, കൂടാതെ ഹെൽമെറ്റും കണ്ണടയും ഒക്കെ ധരിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഇയാളൊരു ശരീരഭാഷയോ ആരാണെന്നുള്ള ഒരു കാര്യമോ തന്നെ, അതായത് നഖം പോലും കാണാൻ കഴിയാത്ത രീതിക്ക് ഗ്ലൗസും മറ്റും ധരിച്ചുകൊണ്ടായിരുന്നു ഇയാൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായത്. പക്ഷേ പിന്നീട് ആ ആശയക്കുഴപ്പം എല്ലാം തന്നെ മാറുകയും ആ പോലീസ് പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു. അത് പ്രതിയിലേക്ക് എത്തിയതാണ്. ഒരു തെളിവും അവശേഷിച്ചില്ല എന്ന് പ്രതി ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുമ്പോഴാണ് പ്രതിയുടെ ഷൂവിൻ്റെ നിറം വെച്ചുകൊണ്ട് മാത്രം ആദ്യ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിലുള്ള ഒരു അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവാവുകയും ചെയ്തു. പ്രതി തൻ്റെ വാഹനത്തിൻ്റെ നമ്പർ മാറ്റി, വാഹനത്തിൻ്റെ ഘടന മാറ്റി, അതായത് റിയർ മിറർ ഉൾപ്പെടെയുള്ളവ മാറ്റി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. കൂടാതെ 3 തവണ വസ്ത്രം മാറി. അതൊക്കെ തന്നെ ചെയ്തപ്പോൾ ഈ പ്രതി വിചാരിച്ചിരുന്നത് താൻ യാതൊരു വിധത്തിലും പിടിക്കപ്പെടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഷൂ മാത്രം അയാൾ മാറിയിരുന്നില്ല. ആ 3 തവണ വസ്ത്രം മാറിയപ്പോഴും അതേ ഷൂ തന്നെയാണ് ധരിച്ചിരുന്നത്. ആ ഷൂവിൻ്റെ നിറം നോക്കിയാണ് പോലീസ് ഒടുവിൽ ഈ പ്രതിയിലേക്ക് എത്തിയത്. ആ നിറവും ആ വാഹനവും വാഹനത്തിൻ്റെ ഉടമയെയും പിന്നീട് പോലീസ് കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തുന്നതും. എന്തായാലും പ്രതിയെ അല്പസമയത്തിനകം ഇവിടുത്തെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അതിന് മുന്നോടിയായി ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഈ പ്രതി 2,90,000 രൂപ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിയത് തിരികെ നൽകിയിരുന്നു. അത് ഈ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണമാണ് തിരികെ നൽകിയത്. ആ പണം ഇന്നലെ രാത്രി തന്നെ ഈ വാങ്ങിയിരുന്ന ആൾ, ഇയാൾ നൽകിയപ്പോൾ വാങ്ങിയ ആൾ, ആ ആൾ നേരെ ചാലക്കുടി DYSP ഓഫീസിലേക്ക് കൊണ്ടുപോയി ആ പണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ 12 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസിനെ കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട് തെളിവെടുപ്പിൻ്റെ ഭാഗമായി. അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട 15 ലക്ഷത്തിൽ ഒരു 12,90,000 രൂപയും ഇതിനോടകം തന്നെ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് പണം ഈ പ്രതി ചിലവാക്കി എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് പറയുകയുണ്ടായി. അതായത് ആ പണം എന്ന് പറയുന്നത് ഇയാൾ മദ്യം വാങ്ങാനും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും എല്ലാം തന്നെ 10,000 രൂപയുടെ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പണം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. അതെന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഈ കത്തിയും കണ്ടെടുത്തു, ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രവും ഒക്കെ തന്നെ കണ്ടെടുത്തു. അതായത് പൂർണ്ണമായും തെളിവ് ശേഖരണം ഏകദേശം പൂർത്തിയായ മട്ടാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക.